അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റനും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക IPCNA ഹ്യൂസ്റ്റൺ ചാപ്റ്റർ നടത്തുന്ന സംയുക്തമായി നടത്തുന്ന ഇലക്ഷൻ ഡിബേറ്റ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. അങ്കത്തെട്ട് അറ്റ് 2026 വേദിയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഇത് മലയാളി അസോസിയേഷന്റെ ആസ്ഥാന മന്ദിരമായ കേരള ഹൗസിന്റെ വേദിയാണ്. നമുക്കറിയാവുന്ന പോലെ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനയാണ്. അത് ഒത്തുചേർന്നുകൊണ്ട് വലിയ ഒരു പോരാട്ടമാണ് ഇതിവിടെ നടത്തുന്നത്. മലയാളത്തിലെ എല്ലാ TVയും ഇവിടെ മിക്കവാറും എത്തിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യാനെറ്റ് വന്നിട്ടുണ്ട്, കൈരളിയുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഹാർവെസ്റ്റ് TV, അങ്ങനെയുള്ള ധാരാളം ദൃശ്യ മാധ്യമങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ആ പോരാട്ടം എങ്ങനെയാണെന്ന് കണ്ടറിയണം. പാനലിസ്റ്റ് ഉണ്ട്, 5 വീതം പാനലിസ്റ്റും നമ്മൾ ചെയ്യുകയാണ്. ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഇത് ലൈവായിട്ട് എല്ലായിടത്തേക്കും ഇത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സെന്നി യൂട്യൂബിൽ കൂടെ ഇത് സംപ്രേഷണം ചെയ്തു. ധാരാളം വ്യൂവേഴ്സ് ഉള്ളതാണ് അദ്ദേഹത്തിനും. നമുക്ക് ലൈവായിട്ട് ഞങ്ങളിപ്പോൾ ലൈവിന്റെ എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണാനായിട്ട് സാധിക്കും. ഇത് എല്ലാവരും ഇവിടെയുള്ളവർ കടന്നു വന്ന് ഇത് നല്ല ഭംഗിയാക്കി തീർക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ലൈവിന്റെ സംപ്രേഷണവും ഞങ്ങളുടെ തന്നെ ആരംഭിക്കുന്നു. 6 മണിക്ക് തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുന്നത്ര. മലയാളി അസോസിയേഷൻ്റെ ആസ്ഥാനത്ത് നമ്മൾ IPCNAയുമായി കൈകോർത്തുകൊണ്ട് നാട്ടിലെ ഇലക്ഷൻ സംബന്ധിച്ച് അങ്കത്തട്ട എന്ന ഈ പരിപാടി ഇവിടെ നടത്തുവാൻ സാധിച്ചുള്ള സന്തോഷം മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സന്തോഷം അറിയിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ LDFനെ പ്രതികരിച്ചും NDA പ്രതികരിച്ചും UDFനെ പ്രതിനിധിച്ചും അതിൻ്റെ പ്രതിനിധികൾ ഈ അങ്കത്തട്ടിലേക്ക് പങ്കെടുക്കുവാൻ തയ്യാറായി കഴിഞ്ഞു. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ റെഡിയാണ്. തുടർന്നുള്ള എല്ലാ പരിപാടികളും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുന്നു എന്നറിയിക്കട്ടെ. വെരി ഗുഡ്. നാട്ടിൽ നല്ല ഇലക്ഷൻ നല്ല പൊടിപൂരം നടക്കുകയാണ്. നല്ല കാര്യം. ജനങ്ങളുടെ പങ്കാളിത്തം വളരെ നല്ലത് തന്നെയാണ്. ഇവിടെ ഡിബേറ്റ് നടക്കുന്നു. അതും നാട്ടിലുള്ള നമ്മുടെ താല്പര്യങ്ങൾ, കേരളത്തെ പറ്റിയുള്ള താല്പര്യങ്ങളാണത് കാണിക്കുന്നത്. ഇലക്ഷൻ നാട്ടിലെ രീതി അനുസരിച്ചൊരു 40% UDFും 40% LDFും 20% ബാക്കി എല്ലാവരും കൂടാണ്. അവിടെ ഡിവിഷൻ്റേതായിട്ടുള്ള പോളിസി അവിടെ നടക്കത്തില്ല. ജനങ്ങളെ ഒരുമിച്ച് നിർത്തുക, യൂണിയൻ ഈസ് സ്ട്രെങ്ത്. അപ്പം മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ വോട്ട് ചോദിച്ചാൽ അവിടെ ജയിക്കാൻ പറ്റില്ല. ജനങ്ങളെ തമ്മിൽ ഡിവൈഡ് ചെയ്യാതെ എല്ലാവരും ഒരുമിച്ച് നിർത്തി വോട്ട് ചോദിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഭാവങ്ങളും നേരുന്നു. ഞാൻ ഒരു വാക്ക് പറഞ്ഞാലേ, ഞാൻ വളരെ അനേക വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. കേരളത്തിൽ നടക്കുന്ന ഇലക്ഷനെ പറ്റി എന്താണ് ഇത്ര പ്രാധാന്യം? തീർച്ചയായിട്ടും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മളതിനെപ്പറ്റി ബോധവാന്മാരാണ്. കാരണം നമ്മുടെ ഫാമിലി എല്ലാം നാട്ടിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ നാട്ടിൽ ഓരോ വർഷവും പോകുന്നതാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ താല്പര്യമുള്ള വിഷയങ്ങളാണ്. മണ്ഡലം പത്തനംതിട്ട ആണ്. പിന്നെ കല്ലുപ്പാറ പഴയതല്ലേ? അതെ. ഇപ്പം അത് തിരുവല്ലായുടെ ഇതില്ല വരുന്നത്. അവിടെ നിൽക്കുന്നത് ഞാൻ പ്രായമായി വരികയാണ്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പേരെടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതെ അതെ അതെ. എൻ്റെ പേര് അശോക് കുമാർ KM. കോട്ടയത്താണ് വീട്. നാട്ടകത്ത് ആണ്. കോട്ടയം അസംബ്ലി മണ്ഡലമാണ്. അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി അനിൽകുമാർ, UDFിൻ്റെ സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. NDAയുടെ ആരാന്ന് അറിയത്തില്ല. ഹലോ, ഞാൻ ഫാൻസിമോൾ പള്ളാത്തുപടം. ഇവിടെ ഇന്നിപ്പോൾ മാഗ് നടത്തുന്ന ഇന്ത്യ പ്രസ് ക്ലബുമായി സഹകരിച്ച് നടത്തുന്ന ഇലക്ഷൻ ഡിബേറ്റ് തുടങ്ങാൻ പോവുകയാണ്. അതിലേക്ക് ഒരു കാണുന്നതിനും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുന്നതിനും വേണ്ടിയാണ് ആസ് എ ഫൊക്കാന റീജിയണൽ വൈസ് പ്രസിഡന്റ് ഓഫ് ടെക്സസ് ഐ എം ഹിയർ ടു കൂടുതലായിട്ട് അനലൈസ് ചെയ്യുന്നതിനും ജോബ് കൊറിയനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനും ചങ്ങനാശ്ശേരിയുടെ ആളാണ്. അതുകൊണ്ട് ആ ഒരു സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാകും നാട്ടിൽ നിന്നും. അതെല്ലാം ഒന്ന് കാണാനും കേൾക്കാനും വിശകലനം ചെയ്യാനും വേണ്ടിയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. താങ്ക് യു. എന്നോട് ആവശ്യപ്പെട്ടത് റാന്നിയുടെ ഇലക്ഷനെ പറ്റി ചെറിയ ഒരു കാര്യങ്ങൾ പറയണമെന്നുള്ളത്. കാരണം റാന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലത്തിൽ ഒന്നാണ്.
എന്നാൽ 1996 മുതൽ 30 വർഷക്കാലം ഇടതുപക്ഷ ഭരണത്തിലായിരുന്നു. ഏതാണ്ട് 25 വർഷക്കാലം രാജു എബ്രഹാം, അതിനുശേഷം പ്രമോദ് നാരായണനാണ് അവിടെ ഭരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ സമയമൊക്കെ നമ്മൾ അറിയുമ്പോൾ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ റിങ്കു ചെറിയാൻ മത്സരിച്ചപ്പോൾ 1300 വോട്ടിന് മാത്രമാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. ഏറ്റവും ഒരു 10,000 വോട്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും BJPയുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. റിങ്കു ചെറിയാൻ അന്ന് 1300 വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ് റാന്നി. അത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ പ്രഗത്ഭ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായ KPCCയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണ് നേരിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പഴകുളം മധു ഉജ്ജ്വല വിജയം, ഒരു 8,000-നും 9,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി റാന്നി നിയോജക മണ്ഡലത്തിൽ എത്തുകയും ഒരു 100-ന് അടുത്ത്, എന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന 100-ൽ പരമെന്ന, തീർച്ചയായും 100ഓളം സീറ്റുകൾ UDFന് കിട്ടി. ഈ ദുർഭരണത്തിൽ ഒരു അറുതി വരുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് റാന്നിയിലെ സ്ഥാനാർത്ഥിക്കും കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ വിജയങ്ങളും ഇത്തരത്തിൽ ആശംസിക്കുന്നു. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ കോട്ടയം കോൺസ്റ്റിറ്റ്യൂൻസിൽ നിന്നാണ് വരുന്നത്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDFന് വേണ്ടിയിട്ടും LDFന് വേണ്ടി AP അനിൽകുമാറും NDAക്ക് വേണ്ടിയിട്ട് BDJSന്റെ K അനിൽകുമാറുമാണ് മത്സരിക്കുന്നത്. നിലവിൽ വിജയസാധ്യത കൂടുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കഴിഞ്ഞ തവണ വളരെ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ വികസന പ്രവർത്തനങ്ങളൊരു അഭാവം തിരുവഞ്ചൂരിനെ വല്ലാതെ അലക്കുന്നുണ്ട്. എന്നാലും തിരുവഞ്ചൂർ വിജയിക്കുമെന്നാണ് തോന്നുന്നത്. താങ്ക് യു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ LDFന് വേണ്ടി VN വാസവനും UDFന് വേണ്ടി നാട്ടം സുരേഷും NDAയുടെ ആതിരാഢ്യ നായരുമാണ്. അതിൽ VN വാസവന് തന്നെയാണ് വിജയപ്രതീക്ഷ കാണുന്നത്. വളരെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കുമരാൻ ഭാഗത്തെ പാലങ്ങളും വളരെ രീതിയിൽ ആരോഗ്യരംഗത്തുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നീട് അറിയാവുന്ന മണ്ഡലം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ നിലവിൽ നമ്മുടെ CF തോമസ് വർഷങ്ങളായി വിജയിച്ചിരുന്ന കേരള കോൺഗ്രസിന്റെ അടിയുറച്ച മണ്ഡലമായിരുന്നു. അവിടെയും ഇത്തവണ LDFന് തന്നെയാണ് വിജയപ്രതീക്ഷ കാണുന്നത്. എന്താണ് ഈ സർക്കാർ തുടരണമെന്നാണ് ആഗ്രഹം. വികസന പ്രവർത്തനങ്ങൾ ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നിലവിൽ അറിയില്ല. മന്ത്രിമാരിൽ ഏറ്റവും ഇഷ്ടം P രാജീവിനെയായിരുന്നു. P രാജീവിന്റെ വികസന പ്രവർത്തനങ്ങളും സംസാര ശൈലിയും വളരെ രീതിയിൽ ഒരുപാട് നാളുകൾ കാര്യങ്ങൾ ചെയ്യുവാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്. കാര്യത്തിൽ ഉന്നതജീവിതത്തിനെ പറ്റി കുഴപ്പമൊന്നുമില്ല. ആരോഗ്യരംഗം വളരെ നല്ലതാണ്. അവർക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിൽ തന്നെ ആരോഗ്യരംഗം നല്ല രീതിയിൽ മുന്നേറുന്നു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും നടക്കുന്നില്ല. താങ്ക് യു. എൻ്റെ വീട് പാല. പേര് സുനീത ഹരി. ഇവിടെ ഹ്യൂസ്റ്റണിലൊരു 20 വർഷമായി താമസിക്കുന്നു. ഇലക്ഷൻ ഡിബേറ്റ് കേൾക്കാൻ വന്നതാണ്. പാലയിൽ ഷോൺ ജോർജ് NDA, പിന്നെ ജോസ് K മാണിയുണ്ട്. ഷോൺ കെ. എന്താ ഉണ്ട്, തീർച്ചയായിട്ടും BJP ആണെന്ന് ആഗ്രഹമുണ്ട്. ഷോണാണ്. വേറെ നമ്മുടെ മോദി തന്നെ. എന്താ പറയുന്നത്, നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ ഒരു അവസരം. പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല, ഒരിക്കലും
അക്സെപ്റ്റ് ചെയ്യുന്നില്ല. താങ്ക് യു. ആര് ജയിക്കണമെന്നാ? ഞാൻ ജനിച്ചത് കോൺഗ്രസ്സിലാ, ഞാൻ വളർന്നത് കോൺഗ്രസ്സിലാ, ഞാൻ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ്സിലാ, ഞാൻ മരിക്കുന്നതും കോൺഗ്രസ്സിലായിരിക്കും. അപ്പം കോൺഗ്രസ് തന്നെ ജയിക്കണം. കുഞ്ഞുപിള്ള എന്ന് പറയുന്ന വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തില്ല, ഒരേ ഒരു പേഴ്സണാലിറ്റി. അതെ, ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെയാണ് എൻ്റെ ആദർശ പുരുഷന്മാര്. അവരെ വെല്ലാനായിട്ട് ഇന്ന് ലോകത്തിൽ വല്ലവരും ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കട്ടെ കേട്ടോ. ഈ സർക്കാർ തീർച്ചയായിട്ടും മാറണം. അതെ, ഒരു സംശയവുമില്ല. 10 വർഷത്തിൽ കൂടുതൽ ആരും കേരളം ഭരിക്കരുത്. ആരുടെയും പിതൃസ്വത്തല്ല. Let everybody come and let everybody have a chance. ആറന്മുള വീണ ജോർജ് നല്ല കാൻഡിഡേറ്റ്. വീണ ജോർജ് 2 പ്രാവശ്യം നിന്ന് ഇനിയും ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പേഴ്സണൽ ഒപ്പീനിയൻ. ഹലോ, ഞാൻ LDFിൻ്റെ സൈഡിലാണ്. കാരണം കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിൻ്റെ പണ്ട് മുതലുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ കേരളത്തിൽ. എനിക്ക് അവരോട് എപ്പോഴും ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. തീർച്ചയായും LDF വീണ്ടും അധികാരത്തിൽ വരണം. ജോസ് കെ മാണി ഒരു മന്ത്രിയാകണം. പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും അത് വരുമെന്നുള്ള അഭിമാനത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് സദാശിവൻ തമ്പാൻ. കേരളത്തിലെ നാദാപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. CPI കോൺഗ്രസ്. ഈ സർക്കാർ മാറണമെന്ന് മുഴുവനുമില്ല, പക്ഷെ ഏതായാലും ശരി ടഫ് ഫൈറ്റ് ആയിരിക്കും ഇപ്രാവശ്യം. ആർക്കാണ് കിട്ടുക എന്നുള്ള പറയാൻ പറ്റില്ല. മാറിയാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കേരള കോൺഗ്രസ് വന്നാൽ ലീഗായിരിക്കും ഭരിക്കുന്നത്. സർക്കാർ കുറെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്രാവശ്യം. അതിൽ ഏതൊക്കെയാണെന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ ഭരണം നന്നായിരുന്നു എന്നാ പറഞ്ഞത്. എല്ലാം പൊതുവെ നന്നായിരുന്നു. മാസ്പാട്ട് നല്ല രീതിയിലല്ല അത് കൈകാര്യം ചെയ്തത്. പിന്നെ ഒന്ന് സത്യമുഖേരിയുടെ ഭാര്യയാണ്, പേര് ഓർമ്മയില്ല. മറ്റത് അഭിജിത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ബേസിക്കലി അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗുമാണ് പ്രധാനപ്പെട്ട ശക്തികൾ. രണ്ടുപേരും ഒപ്പം. ഞാനിവിടെ ആയിട്ട് 10-20 വർഷമായി. ഞാൻ നാട്ടിൽ വോട്ട് ചെയ്തത് ഓർമ്മയില്ല. വി തോമസ്. നാട്ടിലെ ഏത് മണ്ഡലമാണ്? തിരുവല്ല. ആരാ നിൽക്കുന്നറിയോ?
ആരൊക്കെയാ പേര് പറയാമോ? പേര് താങ്ക് യു. ഞാൻ സന്തോഷ് ഷായിപ്പ്. ഞാൻ തൃശ്ശൂരാണ് ആക്ച്വലി. ഇവിടെ നമ്മുടെ മേഖല UDF സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ജീമോനാണ് ഞങ്ങളുടെ പാനലിൽ സംസാരിക്കുന്നത്. ജീമോന്റെ പാനലിൽ ഞങ്ങളുടെ മണ്ഡലത്തില് ഞങ്ങളുടെ റവന്യൂ മിനിസ്റ്ററാണ് LDF സ്ഥാനാർത്ഥി. ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ടോൾ പിരിവിനെതിരായിട്ട് സുപ്രീം കോടതി പോയി വിധി വാങ്ങിച്ചു കൊണ്ടുവന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. ഹലോ, എൻ്റെ പേര് ജിൻസ് മാത്യു. ഞാൻ ബാഗിന്റെ BOD ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ അങ്കത്തട്ട് എന്നുള്ള ഈ ഒരു പ്രധാന ചടങ്ങിന് വേണ്ടിയാണ്. ഇത് നമ്മുടെ മിലറി അസോസിയേഷൻ ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എല്ലാ വർഷവും നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ഈ വർഷം വളരെ സജീവമായിട്ടാണ് മാഗും പ്രസ് ക്ലബും കൂടെ ഒന്നിച്ചേർത്ത് നടത്തുന്നത്. ഈ അവസരത്തിൽ ഇവിടെ എല്ലാ നമ്മുടെ ഹ്യൂസ്റ്റണിലെ സഹൃദയ ആൾക്കാർ എത്തുകൂടിയിരിക്കുന്നു. പിന്നെ എന്റെ റാന്നിയാണ് നിയോജകമണ്ഡലം. തീർച്ചയായും അത് LDF സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ സ്ഥലം MLA പ്രമോദ് നാരായണനാണ്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ തന്നെ ഒരു പഴയ സുഹൃത്ത് തന്നെ പഴകുളം മധുവാണ്. പ്രമോദ് നാരായണൻ, പഴകുളം മധു നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ BJPയുടെ ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് ടിഡിയുടെ തോമസ് ചാക്കോ, അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. ഇങ്ങനെ 3 സുഹൃത്തുക്കളാണ് ഈ വർഷം റാന്നിയിൽ മത്സരിക്കുന്നത്. ഈ സർക്കാരിനോട് സാറിന് എന്നെയാ തോന്നുന്നത് ഈ 10 വർഷം ഭരിച്ച സർക്കാരിനെ പറ്റി? അതെ, സർക്കാർ 10 വർഷക്കാലമുള്ള ഒരു ഭരണത്തിൽ കൂടി അതിൻ്റെതായിരിക്കുന്ന പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. കൂടുതൽ പോസിറ്റീവ് ഉണ്ട്, ചില നെഗറ്റീവുകളുണ്ട്. ആ പോസിറ്റീവുകളെ നെഗറ്റീവുകളും അതെന്താണെന്നുള്ളത് മാറ്റിയെടുക്കുക എന്നാണ് ഈ സർക്കാർ തുറന്നു വന്നാലോ പുതിയ സർക്കാർ ഏതേതും മുന്നണി വന്നാൽ അവരോ ചെയ്യേണ്ടത്. പൊതുജന നന്മകളാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. മണ്ഡലത്തിൽ നിന്നാണ്? നമസ്കാരം, എൻ്റെ പേര് ജസ്റ്റിൻ. ഞാൻ ഇവിടുത്തെ IOCയുടെ ഹൂസ്റ്റൺ ചാപ്റ്റർ പ്രസിഡന്റാണ്. ഞാൻ പറവൂർ നിയോജക മണ്ഡലത്തിൽ VD സതീശന്റെ വോട്ടറാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അങ്കത്തട്ടിന് കോൺഗ്രസിനെ സഹായിക്കാൻ, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു അഴിമതി മുക്തമായ ഭരണം തുടച്ചു നീക്കി 10 വർഷത്തെ കടക്കുപുറത്ത് എന്നുള്ള ആ ഒരു ധാർഷ്ട്യത്തെ പുറത്ത് നിർത്താൻ പ്രവാസികളായ ഞങ്ങളെല്ലാവരും, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് ഈ വർഷം വളരെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് തന്നെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കോൺഗ്രസ് അനുഭാവികളോടും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരോടും വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ജയ് കോൺഗ്രസ്. എൻ്റെ പേര് SK ചെറിയാൻ. ഇപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അതിന്റെ ഇതിനു വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ SB കോളേജിലെ അൽമിനിക്ക് എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാട്ടില് പാല. ഞങ്ങളുടെ ഷോൺ ജോർജ്. നമസ്കാരം. മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അങ്കത്തട്ട് എന്ന പ്രോഗ്രാമിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. സ്റ്റാഫോർഡിലുള്ള കേരള ഹൗസിലാണ് പ്രോഗ്രാം നടക്കുന്നത്.
ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ഒരു ഡിബേറ്റാണ് നടക്കാൻ പോകുന്നത്. UDF-ന്റെയും LDF-ന്റെയും അതുപോലെ NDA-യുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്നതായ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ഇവിടെ നടക്കുന്നതായ എല്ലാം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുവാൻ തക്കവണ്ണം ഇടയാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കേരളത്തിൽ ഇതിന്റെ മാറ്റൊലികൾ ഉണ്ടാകട്ടെ. കേരളത്തിൻ്റെതായ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കൈത്താങ്ങും കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇടയാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാനായിട്ടാണ് ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. അനേകരോടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൂസ്റ്റൺ വോയിസ് എന്ന ചാനലിനും നന്ദി രേഖപ്പെടുത്തുന്നു. വിവിധ ചാനലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. Thank you.